മോദിക്കും ബി.ജെ.പി. രാഷ്ട്രീയത്തിനും വൻ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ അന്ത്യം ഏറെക്കുറെ അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പെടുന്നനെ അത് വീഴാൻ ചാൻസ് ഇല്ല, എങ്കിലും അത് കുറേശ്ശെയായിട്ട് ഇപ്പോൾ രാജ്യത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ബി.ജെ.പിക്കെതിരെ ജനങ്ങൾ മടുത്തു തുടങ്ങി, ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ആകെ മൊത്തത്തിൽ ബി.ജെ.പി. രാഷ്ട്രീയത്തിനെ വെറുത്ത് വിശ്വാസികളും അതുപോലെ തന്നെ യുവാക്കളും ഒക്കെ രംഗത്തെത്തുമ്പോൾ ബീഹാറിൽ നടക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ബീഹാറിൽ ബി.ജെ.പിക്ക് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 31 വർഷമായിട്ട് ബി.ജെ.പിയുടെ അജയ്യമായിട്ടുള്ള കോട്ടയായിരുന്ന ബങ്കിപ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നയതന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി നീണ്ട ബി.ജെ.പിയുടെ ആധിപത്യം തകർത്തുകൊണ്ടുള്ള എൻ സുരാജ് പാർട്ടിയുടെ ഈ ഒരു മുന്നേറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വേളയിൽ ബി.ജെ.പിയുടെ ആയുധങ്ങൾ എങ്ങനെയാണ്, ബി.ജെ.പി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ നേരിടുന്നത് എന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾ ബി.ജെ.പിയെ തിരിച്ചറിയാൻ തുടങ്ങി, ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ തുടങ്ങി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒഴിഞ്ഞ മണ്ഡലം എന്ന നിലയിൽ ഈ ഒരു തോൽവി പാർട്ടി നേതൃത്വത്തിന് വലിയ ആഘാതമായിരിക്കുകയാണ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ 75% വോട്ടുകൾ നേടി ബി.ജെ.പി ഒരു ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മണ്ഡലം കൂടിയാണിത്. ഇവിടെയാണ് പരമ്പരാഗത പ്രതിപക്ഷ കക്ഷികളായ ആർ.ജെ.ഡിയും കോൺഗ്രസിനെയും പിന്നിലാക്കി 15,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ബി.ജെ.പിയെ തറ പറ്റിച്ചത്. ഇത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം പ്രതിപക്ഷത്തെ മാത്രമായിരുന്നു ബി.ജെ.പി ഭയന്നിരുന്നത്. ഇപ്പോൾ അവിടെ അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി നടന്നത് വല്ലാതെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിയിലാക്കുന്ന രീതിയിലേക്ക് ഈ ബി.ജെ.പി രാഷ്ട്രീയത്തെ കൊണ്ടുപോയിട്ടുണ്ട്. സംഘപരിവാറിനൊക്കെ അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇനി ദേശീയ തലത്തിൽ മോദി പ്രഭാവം മങ്ങുന്നതിന്റെയും വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേരിടാൻ പോകുന്ന കടുത്ത വെല്ലുവിളികളുടെയും സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ നോക്കിക്കണ്ടുകൊണ്ട് പറയുന്നത്. ഇനി ഈ യു.പി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അയോധ്യ വിഷയം തന്നെയാണ്. നമുക്കറിയാം, അയോധ്യ വലിയ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടു, ബദ്രിനാഥ് കൊള്ളയടിക്കപ്പെട്ടു. ഇതിന് പിന്നിൽ ബി.ജെ.പി നേതാവാണ്. ആർ.എസ്.എസും ബി.ജെ.പിയും ചേർന്ന് നടത്തിയ ചില കളികളായിരുന്നു. മാത്രമല്ല, ഇതിൽ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ബി.ജെ.പി രാഷ്ട്രീയത്തിന്റെ, അതായത് ഈ ബി.ജെ.പി ഞങ്ങൾ അഴിമതി ഒന്നും നടത്തില്ല എന്ന് പറയുന്ന അതേ മോദി അല്ലെങ്കിൽ അതേ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരാൾ കൂടിയായിരുന്നു ഈ അയോധ്യ വിഷയത്തിലെ പ്രതി എന്ന് പറയുന്നത്. അതൊക്കെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. മാത്രമല്ല, വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് നടത്തിയ ഈ ഒരു കാര്യം വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ ആളുകൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ മാറി മറിയുന്ന ബീഹാറിലെ ഈ പുതിയ രാഷ്ട്രീയ അട്ടിമറി ബപ്പയുടെ പതനത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലെ തന്നെ ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറിക്കാണ് ഇപ്പോൾ ബീഹാറിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 3 പ്രധാന നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബി.ജെ.പിക്ക് ഏറ്റവും മാരകമായിട്ടുള്ള പ്രഹരമേറ്റത് ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ 31 വർഷമായിട്ട് ബി.ജെ.പി മാത്രം ജയിച്ചു കയറിയിരുന്ന, അതായത് ഇനി അവിടെ പകരം വെക്കാൻ ആരുമില്ല, എന്ത് വന്നാലും ശരി ഞങ്ങൾ അവിടെ ബി.ജെ.പിയുടെ തട്ടകം താണ തന്നെ ഇരിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന അതേ തട്ടകത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ആ വലിയ പരാജയം ബി.ജെ.പി നേരിട്ടിരിക്കുന്നത്. ഈ ഒരു തട്ടകത്തിലാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി അവിശ്വസനീയമായിട്ടുള്ള വിജയം സ്വന്തമാക്കിയത്. ഈ ബങ്കിപ്പൂരിലെ ഈ തോൽവി ബി.ജെ.പിക്ക് കേവലം ഒരു സീറ്റ് നഷ്ടപ്പെടൽ മാത്രമല്ല, മറിച്ച് പാർട്ടിയുടെ അന്തസ്സിന് മേലേറ്റ കടുത്ത പ്രഹരം കൂടിയാണ്. ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒഴിഞ്ഞ മണ്ഡലമാണിത്. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും അവിടെ തന്നെയാണ്. അത് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ദേശീയ അധ്യക്ഷന്റെ സ്വന്തം മണ്ഡലം നിലനിർത്താനായിട്ട് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി കടുത്ത പ്രചാരണം നടത്തിയിട്ടും പാർട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നത് വലിയ ആഭ്യന്തര തർക്കങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഈ ബി.ജെ.പിയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രചാരണ വേള എങ്ങനെയാണ്, അതായത് ദേശീയ അധ്യക്ഷൻ കൂടിയാണ്. ആ അധ്യക്ഷന്റെ
കിഷോറിന്റെ മണ്ഡലം അല്ലെങ്കിൽ അദ്ദേഹം നിന്ന മണ്ഡലമാണ് ഇപ്പോൾ തോറ്റിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ BJPയെ തളർത്തിയിട്ടുണ്ട്. ഈ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം ആയിരിക്കും അവിടെ പ്രചാരണങ്ങൾ നടന്നതും ആ ദേശീയ അധ്യക്ഷനെ തോൽപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു തിരിച്ചടി വന്നതും ഒക്കെ വലിയ ഒരു വിള്ളലായിട്ട് BJP രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് ദേശീയ അധ്യക്ഷനാണ്, അദ്ദേഹം നിന്നിരുന്ന മണ്ഡലമാണ്, അവിടെയാണ് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ BJPക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നു. ഒരു കുത്തക അല്ലെങ്കിൽ ഒരു ചരിത്രം തന്നെ ഉണ്ടാക്കി വന്നിരുന്ന BJPക്ക് പെടുന്നനെ തറയിൽ ഇറങ്ങേണ്ടി വന്നു എന്നതാണ്. ഇനി ബങ്കിപ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിജയത്തിന്റെ വ്യാപ്തി വ്യക്തമാകും. 2009 മണ്ഡല പുനർനിർണയത്തിലൂടെ രൂപീകൃതമായതു മുതൽ BJP മാത്രമാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് പട്ന വെസ്റ്റ് എന്നറിയപ്പെടുന്ന കാലത്തും ഈ ഒരു പ്രദേശം BJPക്കൊപ്പമായിട്ട് നിന്നിരുന്നു. മുൻകാലങ്ങളിൽ 75% വോട്ടുകൾ നേടി BJP വലിയൊരു ഭൂരിപക്ഷം നിലനിർത്തിയ മണ്ഡലം കൂടിയാണ്. അവിടെയാണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് 15,000-ഓളം വോട്ടുകൾക്ക് ജൻ സൂരജ് പാർട്ടി വിജയിച്ചത്. ഇനി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത വോട്ടർമാർ BJPയെ തോൽപ്പിക്കാൻ അവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള RJDയോ കോൺഗ്രസിനെയോ ആശ്രയിച്ചില്ല എന്നതാണ്. അതായത് RJD ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നുമില്ലാതെ തന്നെ പൊടുന്നനെ ഈ BJP നേതാവിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ BJP കോട്ടയെ തോൽപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു, ജൻ സൂരജിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി മുൻ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് RJD സഖ്യത്തിന് 10 മുതൽ 20% വരെ വോട്ടുകൾ മാത്രമാണ് ഇവിടെ ലഭിച്ചിരുന്നത്. എന്നാൽ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചു കളയാൻ ഭരണകൂടം കൊണ്ടുവന്ന SIR തന്ത്രങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജനങ്ങൾ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. അതായത് ഇത്രയും കാലം അണിയറയിലിരുന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ഇലക്ഷൻ ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്ന വിലാസത്തിൽ നിന്നാണ് പ്രശാന്ത് കിഷോർ നേരിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ബീഹാറിലുടനീളം അദ്ദേഹം നടത്തിയ പദയാത്രകളും ജനകീയ സമ്പർക്ക പരിപാടികളും അടിത്തട്ടിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ജൻ സൂരജ് പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ആ ആദ്യത്തെ വലിയ അസംബ്ലി വിജയം പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കുതിച്ചുചാട്ടം കൂടിയാണ്. അമിത്ഷാ, നരേന്ദ്രമോദി ദ്വയങ്ങൾക്കും RSS നേതൃത്വത്തിനും ബീഹാറിൽ നിന്ന് ലഭിക്കുന്ന കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു ഫലം എന്ന് പറയുന്നത്. ഇനി ദേശീയ തലത്തിൽ മോദി എന്ന ബിംബം ഉടയുകയാണെന്നും മോദി പ്രഭാവത്തിന് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷി കുറയുകയാണ് എന്നുമുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന കൂടിയാണിത്. BJPയുടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വോട്ട് ബാങ്കിൽ പോലും വിള്ളലുണ്ടായി എന്ന യാഥാർത്ഥ്യം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. ഇനി ബങ്കിപ്പൂരിൽ BJP തകർന്നടിഞ്ഞപ്പോൾ ഇതേ സമയം ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ മിശ്ര വികാരമാണ് ഉണ്ടായത്. ഗുജറാത്തിൽ 75%-ലധികം വോട്ട് വിഹിതമുള്ള തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ BJPക്ക് സാധിച്ചു. മധ്യപ്രദേശത്തിൽ ആണെങ്കിൽ കോൺഗ്രസ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക മാത്രമല്ല വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഗുജറാത്തിലും മധ്യപ്രദേശിലും ഉണ്ടായതിനേക്കാൾ വലിയ രാഷ്ട്രീയ അലയൊലികളാണ് ഈ ബീഹാറിലെ ഫലം രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ബീഹാറിലെ വോട്ട് ബാങ്ക് മാറി മറിഞ്ഞതിന് പിന്നിൽ സമീപകാലത്തുണ്ടായ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പങ്കുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും ശക്തവും അക്രമാസക്തവുമായിട്ടുള്ള വിദ്യാർത്ഥി സമരം നടന്നത് പട്നയിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലുമായിരുന്നു. വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ യുവാക്കൾക്ക് ഭരണകൂടത്തോടുണ്ടായ കടുത്ത അമർഷം BJPയുടെ വോട്ടുകൾ കൂട്ടത്തോടെ ചോരുന്നതിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ ഒരു ബീഹാർ ഫലം സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുമുണ്ട്. UPയിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇതിനോടകം തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര വിഷയം മുൻനിർത്തി BJPക്ക് ഇനി ഒരു വോട്ട് ചോദിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അഖിലേഷ് ഈ പ്രതീകാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 2027 UP തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കിയാൽ 2019 മോദിക്ക് കേന്ദ്രഭരണം നിലനിർത്തുക അസാധ്യമായിരിക്കും. ഇനി ഈ ബീഹാറിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖമായിട്ട് പ്രശാന്ത് കിഷോർ മാറാനുള്ള സാധ്യതയാണ് ഈ ഒരു ഫലം തുറന്നു കാട്ടുന്നത്.
RJD, കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ എന്നിവരടങ്ങുന്ന സഖ്യത്തിന് പകരമായിട്ട് BJPക്ക് ശക്തമായിട്ടുള്ള ഒരു ബദലായിട്ട് ഈ ഒരു ജൻ സൂരജ് പാർട്ടി ഉയർന്നു വന്നേക്കാം. ഇനി രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ നിന്ന് ജനകീയ നേതാവ് എന്ന പദവിയിലേക്കുള്ള പ്രശാന്ത് കിഷോറിന്റെ ഈ ഒരു ലീപ്പ് വരാനും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ഈ 31 വർഷത്തെ BJPയുടെ അജയ്യമായിട്ടുള്ള ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബംഗ്പൂരിൽ പ്രശാന്ത് കിഷോർ നടത്തിയ ഈ ഒരു അട്ടിമറി വിജയം ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ജനങ്ങൾ ഒരു പുതിയ ബദൽ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2029 പൊതു തെരഞ്ഞെടുപ്പിലും ഈ ഒരു ജനവികാരം പ്രതിഫലിച്ചാൽ അത് BJPയുടെ കേന്ദ്ര ഭരണത്തിന് തന്നെ വലിയ ഭീഷണിയായിട്ട് മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. അടുത്തട്ടിലെ രാഷ്ട്രീയ ചലനങ്ങളെ പ്രതിരോധിക്കാൻ BJP ഇനി എന്ത് തന്ത്രങ്ങളുമായിട്ട് രംഗത്തിറങ്ങുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഒരു കാര്യം വളരെ ഉറപ്പാണ്, അയോധ്യയിൽ നടന്ന വിഷയവും അതുപോലെ തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ വിഷയങ്ങളെല്ലാം BJPക്കെതിരെ ഒരു വിഭാഗം ജനങ്ങൾ ഒന്നു ചേരാനും അവർക്കെതിരെ രംഗത്ത് വരാനും കാരണമായിട്ടുണ്ട്. RSSലും BJPയിൽ നിന്നുള്ള നേതാക്കൾ പോലും സ്വന്തം മക്കളുടെ പരീക്ഷാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെ വലിയൊരു നീക്കം തന്നെയായിരുന്നു. അതായത് BJP രാഷ്ട്രീയത്തെ ആർക്കും അങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവർ കേന്ദ്രത്തിൽ അവർക്കാണ് സീറ്റുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളം, കർണാടക, തമിഴ്നാടൊക്കെ ഒഴികെ ഈ BJPക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വലിയ സ്വാധീനമുണ്ട്. അവർ അവിടെ പറയുന്നതേ നടക്കൂ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ബദലായിട്ടൊന്നും നടക്കുകയില്ല. ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. അങ്ങനെ വോട്ട് ബാങ്കിലൊക്കെ പല പൊള്ളത്തരമൊക്കെ കാണിച്ചാണല്ലോ ഈ ഭരണം അവരുടെ കൈകളിലേക്ക് എത്തിയത്. പക്ഷേ അതിനെ ഒന്നും തകർക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്നും നേരിടാൻ അന്ന് ആ ജനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ നീറ്റ് പരീക്ഷയുടെയും അയോധ്യയുടെ ഒക്കെ വിഷയം മുന്നിൽ നിൽക്കെ ജനങ്ങൾ ഒരുപടി തിരിച്ചറിയാൻ തുടങ്ങി, അവർക്കെതിരെ നിൽക്കാൻ തുടങ്ങി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബീഹാറിൽ നടന്ന കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷയും അയോധ്യയും ബദ്രിനാഥും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസികൾ ഒരു പറ്റം BJPക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. BJPയുടെ ഈ ഒരു കള്ളത്തരങ്ങൾക്കെതിരെ രംഗത്ത് വരികയും അവർക്കെതിരെ തിരിയാനും തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിലെ അണികൾ പോലും തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. മൗനം പാലിക്കുന്ന മോദിയെ വെറുക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു വിഭാഗം ജനക്കൂട്ടം വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ തെളിവ് കൂടിയാണ് ഈ ബീഹാറിലെ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഒരുപറ്റം വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യാൻ വരുമ്പോൾ ഇവരൊക്കെ 18 വയസ്സ് കഴിഞ്ഞതാണെങ്കിൽ നാളെ ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഒരു വീടും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ വീട്ടിലെ മറ്റാളുകളും ഒക്കെ ഇവരെ ബന്ധുക്കാരും ഒക്കെ ഒരുപക്ഷെ BJPക്ക് എതിരാവാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളെയാണ് തെരുവിൽ തല്ലിച്ചതച്ചത്. അപ്പം ഇവർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പറ്റം ആളുകളും BJPയെ തോൽപ്പിക്കാൻ എന്തായാലും മുതിരുമെന്നതിൽ യാതൊരു സംശയമില്ല. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം അതുകൊണ്ടാണല്ലോ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നതും. വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യാർത്ഥികളെ മാനിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ അവിടെ സമരത്തിന് എത്തിയിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തിരുന്നു, അവരെ കരുതിയിരുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതായത് കക്ഷി രാഷ്ട്രീയമില്ലാതെ മതവും ജാതിയും ഒന്നും തന്നെ ഇല്ലാതെ ആ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു പറ്റം ജനത നിന്നിരുന്നു. അത് BJPക്ക് തിരിച്ചടിയാകും എന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും മോദിയുടെ പ്രഭാവങ്ങളൊക്കെ മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് നിമിഷവും ഒരു പെടുന്നനെ ഇല്ല എങ്കിൽ പോലും ഏത് നിമിഷവും അവരുടെ വോട്ട് ബാങ്കുകളിൽ നല്ല രീതിയിൽ തന്നെ കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 2027 UPയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അവർ വലിയൊരു വെല്ലുവിളിയായി തീരുമെന്നതിൽ യാതൊരു സംശയമില്ല. അത് അയോധ്യ വിഷയമാണ്. അവിടുത്തെ വിശ്വാസികൾ എന്തായാലും മോദിയെയും BJP രാഷ്ട്രീയത്തെയും സംഘപരിവാറിനെയും കൈയൊഴിയുമെന്നത് വളരെ വ്യക്തമാണ്. കാരണം CCTV ദൃശ്യങ്ങളടക്കം എല്ലാവരും കണ്ടതാണ്. അവർ സമർപ്പിച്ച പണവും തുകയും എല്ലാം അടിച്ചുമാറ്റിയും കവറിലും ഈ മുണ്ടിലും ഒക്കെ പൊതിഞ്ഞുകൊണ്ട് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിരുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പറയുന്ന വിശ്വാസികൾ രംഗത്ത് വരും. അത് മാത്രമല്ല, അവർ ആ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണും എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും എന്നതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല BJPക്ക് വലിയൊരു തിരിച്ചടിയുമാകും.